രാഹുൽ ഗാന്ധിയെ ഒറ്റപ്പെടുത്തി പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചേർത്തുപിടിക്കുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. കമൽനാഥ്, ആനന്ദ് ശർമ്മ, ശശി തരൂർ, മനീഷ് തിവാരി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളാണ് പരസ്യമായി നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ശശി തരൂരിന്റെ കാര്യം നമുക്കറിയാം. ശശി തരൂർ ഇതിനു മുൻപും പല വിഷയങ്ങളിലും നരേന്ദ്രമോദിയെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. നരേന്ദ്രമോദിയെ പരസ്യമായി പിന്തുണയ്ക്കാറുണ്ട്. പലപ്പോഴും അത് കോൺഗ്രസിനകത്ത് തന്നെ വിവാദമാകാറുമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിലെ അജണ്ട എന്താണെന്ന് ഒന്നുകൂടി തെളിയുകയാണ്. മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സോറോസ് തന്ത്രത്തിന്റെ പങ്കാളിയാണ് രാഹുൽ. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു നേതൃത്വം എങ്ങനെ രാജ്യം ഭരിക്കും? ഇത് പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യം പൊതുസമൂഹത്തിൽ ഉയരുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യൻ യുദ്ധവും ഇന്ത്യയിലെ ഇന്ധന വിതരണ സാഹചര്യവും കൈകാര്യം ചെയ്ത ഒരു രീതി നരേന്ദ്രമോദി സർക്കാരിനെ ആ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ പ്രകീർത്തിക്കുകയാണ്. മോദിയുടേത് പക്വവും പ്രാവീണ്യമുള്ളതുമായ നയതന്ത്രമാണ് എന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. രാജ്യത്ത് LPG ക്ഷാമമുണ്ട് എന്ന ആരോപണത്തിലും കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. രാജ്യത്ത് LPG ക്ഷാമമില്ല എന്നൊരു വിഭാഗം പറയുമ്പോൾ ക്ഷാമമുണ്ട് എന്ന അന്തരീക്ഷം മാത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ചൂണ്ടിക്കാണിക്കുന്നു. അതും നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു നിലപാട് തന്നെയാണ്. സർക്കാർ ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു ചാനലിന് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കോൺഗ്രസ് MP മനീഷ് തിവാരി പറഞ്ഞു. ആനന്ദ് ശർമ്മ സർക്കാരിനെ അഭിനന്ദിക്കുകയും ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യം ഐക്യത്തോടെ നിലകൊള്ളണം എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലെ ഇന്ത്യൻ നയതന്ത്രം അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമാണ്. അത് പക്വതയും വൈദഗ്ധ്യവും ഉള്ളതാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരിക്കുന്നു. മുൻപ് പഹൽഗാം ഭീകര ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം കോൺഗ്രസിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളണം എന്ന് ശശി തരൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ട ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇതേ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹം മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. അന്നും രാഹുലിന്റെ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകുന്ന സമയത്തും കോൺഗ്രസിൽ തർക്കം തുടരുകയാണ് എന്ന് BJPയുടെ ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ചൂണ്ടിക്കാട്ടി. രാഹുൽ അവസരവാദിയാണ് എന്നും ഇന്ത്യ വിരുദ്ധനാണ് എന്നും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാമെന്നും പ്രദീപ് ഭണ്ഡാരി പറയുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വ്യത്യസ്തമായ നിലപാടുകൾ കോൺഗ്രസിനകത്ത് തന്നെ വന്നത് ശരിക്കും ഇവർക്കൊക്കെ ഒരു പുനർചിന്തനത്തിനുള്ള ഒരു അവസരം കൂടിയാണ് നൽകുന്നത്. കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തി അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത് എങ്കിൽ പോലും രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കുന്ന, രാഷ്ട്രത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഇത്തരം തീരുമാനങ്ങളിലൂടെയും നിലപാടുകളിലൂടെയും വ്യക്തമാകുന്നു. അത് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ മനസ്സിലാക്കാത്തത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. പക്ഷെ പൂർണ്ണമായും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതുപോലെയുള്ള കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കൾ തന്നെ നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ തീരുമാനത്തെയും ഒക്കെ പ്രകീർത്തിച്ച് മുന്നോട്ട് വരുമ്പോൾ അതൊരു നല്ല സൂചന തന്നെയാണ്. ഇറാൻ പ്രസിഡന്റ് ഡോക്ടർ മസൂദ് പെസഷ്കിയാനുമായി സംഭാഷണം നടത്തിയതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യം സമാധാനപരമായ ചർച്ചകളും നയതന്ത്ര നീക്കങ്ങളുമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതിബദ്ധതയും സംഭാഷണത്തിനിടെ അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എണ്ണ ഇറക്കുമതി, അന്താരാഷ്ട്ര വ്യാപാരം ഇതൊക്കെ തടസ്സപ്പെടുകയാണ്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ബാധിക്കും എന്നതിനാൽ ഇറാന്റെ സഹകരണം ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യക്കാരുടെ സംരക്ഷണത്തോടൊപ്പം വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കാനും ഈ ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നു. കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ഇറാന്റെ ആക്രമണങ്ങളിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു. അതുകൂടാതെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നിരന്തരം ആക്രമണ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലാകെ കോടിക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരുടെ സുരക്ഷ സംബന്ധിച്ച ആശങ്കയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റിനോട് പങ്കുവച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകൾ ഇന്ത്യക്കകത്തും വ്യത്യസ്ത രാഷ്ട്രീയ ഭാഗങ്ങളിൽ നിൽക്കുന്നവരിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു നല്ല സൂചന തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.